നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് വേദപുസ്തകത്തിലുള്ള രൂത്തിൻ്റെ പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ പ്രണയത്തിൻ്റെയും വിശ്വസ്തതയുടെയും ദൈവകൃപയുടെയും കഥയാണ് രൂത്തിൻ്റെ പുസ്തകം. പഴയ നിയമത്തിലെ ഈ ചെറിയ പുസ്തകം വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ളതാണെങ്കിലും വലിയ ആത്മീയ സത്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറു അവലോകനം താഴെ പറയുന്നു. 1. ഇതിൻ്റെ പശ്ചാത്തലം. ന്യായാധിപന്മാർ ഇസ്രയേലിനെ ഭരിച്ചിരുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നവോമി അമ്മായിയമ്മ, രൂത്ത് മരുമകൾ, ബോവാസ് രക്ഷകൻ അല്ലെങ്കിൽ കുടുംബനാഥൻ. പ്രമേയം: നഷ്ടപ്പെട്ടു പോയവ തിരികെ ലഭിക്കുന്ന ദൈവിക വിശ്വസ്തതയും ജാതിമത ഭേദമെന്ന് ദൈവം നൽകുന്ന കൃപയും. 2. കഥാസംഗ്രഹം. ക്ഷാമം ഉണ്ടായപ്പോൾ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് കുടിയേറിയ എലിമേലെക്കിൻ്റെ കുടുംബം അവിടെ വെച്ച് വലിയ തകർച്ച നേരിടുന്നു. എലിമേലെക്കും 2 പുത്രന്മാരും മരിക്കുന്നു. വിധവയായ നവോമി തിരികെ ബേത്ലഹേമിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ മോവാബ്യ സ്ത്രീയായ മരുമകൾ രൂത്ത് അവളെ വിട്ടുപിരിയാതെ കൂടെ വരുന്നു. രൂത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളിതാണ്: നീ പോകുന്നിടത്ത് ഞാനും വരും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ബേത്ലഹേമിലെത്തിയ രൂത്ത് മോവാസ് എന്ന ധനികൻ്റെ വയലിൽ ധാന്യം പെറുക്കാൻ പോകുന്നു. രൂത്തിൻ്റെ സ്വഭാവശുദ്ധിയും ഭക്തിയിലും ആകൃഷ്ടനായ ബോവാസ് നിയമപ്രകാരം അവളെ വിവാഹം കഴിച്ച് നവോമിയുടെ കുടുംബത്തിൻ്റെ അവകാശം വീണ്ടെടുക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിൻ്റെ വിശ്വസ്തത. കഷ്ടതകളിലൂടെ കടന്നുപോയ നവോമിക്ക് സന്തോഷകരമായ ഒരു അന്ത്യം ദൈവം ഒരുക്കി. യേശുവിൻ്റെ വംശാവലി. അന്യജാതിക്കാരി ആയിരുന്നിട്ടും രൂത്ത് ദാവീദ് രാജാവിൻ്റെ പിതാമഹിയും യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലെ ഒരു പ്രധാന കണ്ണിയുമായി മാറി. വീണ്ടെടുപ്പുകാരൻ. ബോവാസ് രൂത്തിനെ വീണ്ടെടുക്കുന്നത് പാപികളായി നമ്മെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ മുൻനിഴലായി കണക്കാക്കപ്പെടുന്നു. ഈ പുസ്തകത്തിലെ പ്രധാന സന്ദേശം മനുഷ്യർ ഉപേക്ഷിക്കപ്പെട്ടവരും നിസ്സഹായരും ആണെന്ന് തോന്നുമ്പോഴും ദൈവം പിന്നണിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നതാണ് ഈ പുസ്തകം നൽകുന്ന വലിയ പ്രത്യാശ. ഒരുപക്ഷെ പലരും പലവിധ പരാജയങ്ങൾ, തകർച്ചകൾ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. പലപ്പോഴും അവയെ നമ്മളും കാഴ്ചക്കാരും പ്രവൃത്തിദോഷം, ദൈവകോപം, ശിക്ഷ എന്നിങ്ങനെ വിലയിടുന്നു. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ദൈവവിശ്വാസിയും കഷ്ടതകളെയോ പരാജയങ്ങളെയോ തകർച്ചകളെയോ ദൈവകോപവും ശിക്ഷ എന്ന് ചിന്തിച്ച് നിഷ്ക്രിയരാവാതെ ദൈവത്തെ തന്നെ തള്ളി പറയുന്നവരും ആകരുത് എന്നാണ്. നിത്യസ്നേഹത്താൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു. പൊന്നു ശുദ്ധീകരിക്കുമ്പോൾ അവിടുന്ന് എന്നെ ശുദ്ധീകരിക്കുന്നു. അതേപോലെ അവൻ്റെ തകർച്ചയിൽ അവനെ അവമതിക്കരുത്. അവൻ്റെ തിന്മയ്ക്കുള്ള ദൈവകോപം ശിക്ഷ എന്ന് പരിഹസിക്കരുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ പിന്നെയും താണിരിക്കുക. അവനെ വിശ്വസിക്കുക. പിന്മാറിയെങ്കിൽ മടങ്ങി ചെല്ലുക. അവിടുത്തെ സ്നേഹം, കരുതൽ എന്നിൽ ചെയ്യുവാൻ അവിടുന്ന് ഉദ്ദേശിക്കുന്ന പ്രവൃത്തിക്ക് എന്നെ വിട്ടുകൊടുക്കുക. അവൻ ഇരട്ടി അനുഗ്രഹം നൽകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗായ്സ്. താങ്ക് യു.